കെ.ജെ. ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ കെ.എം. ഷാജഹാന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. അമൽ തേനമ്പ്രമിൽ നമുക്കിപ്പം ചേരുകയാണ്. ഇപ്പോൾ അമൽ ആ പ്രദേശത്തേക്ക് എത്തി, ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുത്തെ പരിശോധനകൾ ഏത് തരത്തിലാണ്? ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടോ? കെ.എം. ഷാജഹാൻ അവിടെയുണ്ടോ? കെ.എം. ഷാജഹാനുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതികരിക്കുന്നുണ്ടോ? രതീഷ്, എറണാകുളം സൈബർ പോലീസും അതോടൊപ്പം തന്നെ പറവൂർ പോലീസുമാണ് ഇപ്പോൾ കെ.എം. ഷാജഹാന്റെ ഉള്ളൂരിലെ വീട്ടിൽ എത്തി പരിശോധന നടത്തുന്നത്. വീടിനകത്ത് പോലീസ് സംഘമുണ്ട്. വീടിന്റെ കതക് അല്പം മുമ്പ് വരെ തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പോലീസ് എത്തി കതക് അടച്ചിട്ടുണ്ട്. കെ.എം. ഷാജഹാൻ വീട്ടിലുണ്ടോ എന്ന കാര്യത്തിൽ കെ.എം. ഷാജഹാൻ വീട്ടിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജാമ്യമില്ലാ വകുപ്പാണ്. അതിനാൽ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ നടപടി എന്തുണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. വീടിനുള്ളിൽ പരിശോധനകൾ നടക്കുന്നു. ഈ പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങളോ മറ്റോ ഇവിടെ ഉണ്ടോ? ഫോണടക്കം കമ്പ്യൂട്ടർ അടക്കമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു തീരുമാനമുണ്ടായേക്കും. എന്തായാലും ഷാജഹാൻ വീട്ടിലുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാവുന്ന വിവരം നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നു. വീടിനകത്ത് കെ.എം. ഷാജഹാൻ പോലീസ് ഉദ്യോഗസ്ഥരുമായി ഒക്കെ സംസാരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ ഈ വീടിന് അകത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുറച്ചധികം സമയമായി ഈ പരിശോധന തുടങ്ങിയിട്ട്. അധികം ശ്രീകാര്യം പോലീസിനെ അടക്കമുള്ളവർക്ക് നേരത്തെ വിവരങ്ങൾ നൽകിയിരുന്നില്ല. ഇവിടെ എത്തി പരിശോധന തുടങ്ങിയ ശേഷമാണ് അവരെ അടക്കം ഈ വിവരങ്ങൾ ധരിപ്പിച്ചത്. സൈബർ കേസാണ്. ഇവിടുത്തെ പോലീസ് അല്ല കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഇവരെ അറിയിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഉദ്യോഗസ്ഥർ ദൃശ്യങ്ങൾ ചിത്രീകരിക്കരുത് എന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇതിന് കാരണം എന്നറിയില്ല. ഈ വീടിനകത്ത് പരിശോധന നടക്കുന്നു. അപ്പോൾ ഈ ജനൽ സൈഡിലൂടെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ നേരത്തെ കണ്ട ദൃശ്യങ്ങൾ കാണിച്ചത്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കരുത് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും അകത്തേക്ക് കയറി അവർ കതക് അടച്ചിട്ടുണ്ട്. അകത്ത് വിശദമായ പരിശോധനകൾ നടക്കുന്നു. ചില രേഖകളും മറ്റുമൊക്കെ പരിശോധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം ചില ഫോണുകളും മറ്റുമൊക്കെ അവിടെയുണ്ട്. അത്തരത്തിൽ ആണ് പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അവർ കതക് ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് അടച്ചത് നമ്മൾ കണ്ടതാണ്. പരിശോധന എന്താണെങ്കിലും അകത്ത് പുരോഗമിക്കുകയാണ്. അമൽ തേനമ്പ്രമിലാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പോലീസിന്റെ പരിശോധന തുടരുകയാണ്. റെയ്ഡ് തുടരുകയാണ്.